ഹലോ ചങ്ങായിമാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിത് പോർട്രേറ്റ് മോഡിൽ സെൽഫി എടുത്ത് നോക്കുവാണ്. ഇത് സെറ്റാവുമോ എന്നുള്ള വേല എനിക്കിപ്പോൾ കാണുന്നില്ല, ഗ്ലെയർ അടിച്ചിട്ട്. നമ്മുടെ ഒരു ഹോം ടൗണിലേക്ക് ഫാമിലി കുറേ ഉണ്ട് കേട്ടോ വരാനായിട്ട്, പക്ഷേ കാണുന്നില്ലേ, ബ്ലറില്ല. അവരൊന്നും പിന്നെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള കേസല്ല. സോ നമ്മളത് ആഡ് ചെയ്യുന്നില്ല. എൻ്റെ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് എൻ്റെ വാപ്പാൻ്റെ ചേട്ടൻ്റെ വീട്ടിന് മുറ്റത്താണ്. ഇതാണ് നമ്മുടെ വഴി. ഇതാണ് മുമ്പത്തെ റോഡ്. പക്ഷേ ഇപ്പോൾ ഈ കോലത്തിലായതുകൊണ്ട് വണ്ടി ഇറക്കുന്നില്ല. അപ്പോൾ ഈ വീടുണ്ട്, ഈ വീടിൻ്റെ മുറ്റത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു പട തന്നെ ഉണ്ട് വരാൻ. പക്ഷേ നീ പാക്കല്ലായിട്ട് അവിടെ പോന്നു. പിന്നെ ഓർദാ. അപ്പോ അവിടെ ഇരിക്കട്ടെ വണ്ടി. നമ്മുടെ ശുണ്ടരക്കുറ്റപ്പൻ അയ്യോ പൊടിയും പടലം കൊണ്ട് ഉറങ്ങുവാണ്. നീ ബാക്കി പോന്നാ, പൊട്ടിക്കല്ലേ. സമാധാൻ എന്നാരെല്ലാം കൂടി വണ്ടി തല്ലി പൊളിക്കുമെന്നാ തോന്നുന്നത്. ഓ പാപ്പിശു നീ ഉണ്ടാ? പാപ്പിശുവിനെ ഓടിച്ചോ. നീ ഫ്രണ്ടിൽ വാ. അവിടെ മൈമു ചെറിയാക്ക ഓറലുണ്ട്. അപ്പോൾ ഓറല വണ്ടിയിൽ കയറുന്നു. ഇവരെവിടെ പോയി? മേല് മറ്റേ ആ റോട്ടിൽ കൂടെ കയറിയാന്ന്. ഓറല കയറുന്നതിന് മുമ്പ് നമ്മളെ ഇവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്യാം. കാരണം ഇവരെയൊക്കെ പകുതിയിൽ ഇറക്കാനുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് വീട് വരുന്നത്. അപ്പം അവിടെ ഇറക്കിയിട്ട് ഞാൻ സേഫ് ആവട്ടെ. അതാ നല്ലത്. കാരണം ഭയങ്കര തീർപ്പാന്ന് വീഡിയോയിൽ വരാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊരു ചിന്താഗതി എങ്ങനെയാണ്. എടാ ഡോർ ക്ലോസ് ചെയ്ത് അതും ശരിയാ. ക്യാമറ സ്റ്റാൻഡിലില്ലാത്തോണ്ട് താഴെ പോയി. എടുക്കാം, ഇപ്പൊ എടുക്കണോ? ഓർമ്മിപ്പിച്ചത്. ഓക്കെ സുലായി. അങ്ങനെ ഞാനീ പറഞ്ഞ ഏടാ എന്നെ കാണുന്നില്ലടാ. ഞാനീ പറഞ്ഞ ലോഡല്ലേ ഇറക്കി. അയ്യാ സംഭവം എന്താന്ന് വെച്ചാല് ആക്ച്വലി ഇവരെ ഒന്നും ബ്ലോഗില് അവർക്ക് താല്പര്യമില്ലാത്തവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് ശരിയല്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. അവരുടെ ചിന്താഗതി നല്ല രീതിയിലായതുകൊണ്ട് അവരെ ഫേസ് ഒന്നും അങ്ങനെ ആൾക്കാർ കാണണമെന്നോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിനു മുമ്പ് വന്ന 2-3 വീഡിയോയിലുണ്ട് അവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയും ചെയ്ത്, ഇവിടെ ഞങ്ങളൊന്ന് ഒഴിവാക്കിത്താ, അങ്ങനെ ഉണ്ടെങ്കിൽ പറയണമെന്ന്. കാരണം ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ടോട്ടലി വിചാരിച്ചതിന് അവരോട് പറഞ്ഞ് ഡ്രസ്സ് ഒന്നും ചെയ്യണ്ട. കാരണം എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ എൻ്റെ വൈഫും പിന്നെ ഉമ്മാനെ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. അതൊക്കെ പോട്ടെ, ഞാനൊരു പ്രണയകഥ ഇട്ടായിരുന്നു. നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്താ നമ്മൾ ലൈവ് വന്ന 20,000 ആൾക്കാരിൽ 19,000 ആൾക്കാരും ചോദിക്കുന്നത് നിങ്ങൾ പ്രണയകഥ പറയോ, ലവ് സ്റ്റോറി പറയോ, എങ്ങനെയാ പ്രേമിച്ചത്, എവിടെ നിന്നാ കണ്ടത്. അവസാനം ഇതെല്ലാം അടങ്ങിയൊരു വീഡിയോ ചെയ്തപ്പോൾ തിരിഞ്ഞു പോലും നോക്കാൻ ആളില്ല. നല്ല മനുഷ്യന്മാരാട്ടാ. അത് മാത്രമല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൈ കഴിക്കുന്നതാ, നിങ്ങൾ കട്ട് ചെയ്തോ, പിന്നെ ചെയ്യാം. അത് ഇവളുടെ കൈ വേദനിക്കുന്നു പറഞ്ഞ് കട്ട് ചെയ്തതാ. നമ്മൾ നിർത്തിയത് ക്വസ്റ്റ്യൻ ആൻസർ. അതൊരു ട്രെൻഡാണല്ലോ, അന്നും ഇന്നും എന്നും. അപ്പോൾ നിങ്ങൾ ചോദിക്കപ്പാ, നമ്മളെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ. ഞങ്ങൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ തുടക്കക്കാരാ, വലിയ ഇതായിട്ടില്ല. ഇത് നമ്മളെ ഹോം ടൗൺ എത്തിയിട്ടാ, ബന്ദിയോട്. എൻ്റെ പൊന്നെ, ഇപ്പോൾ എന്തെന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വണ്ടി നിങ്ങൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കണോ, നമ്മൾ റോഡ് നിയമങ്ങളില്ലേ നല്ല പോലെ പാലിക്കണം കേട്ടോ. നമ്മൾ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം, എപ്പോൾ ചെയ്യണം. ഇപ്പം ഞാൻ സത്യം പറയാം,
വീഡിയോ ഫ്രണ്ട് ക്യാമറയല്ലേ ഉള്ളത്, ബാക്ക് ക്യാമറ ആയിരുന്നെങ്കിൽ കണ്ടേനെ നിങ്ങൾക്ക്. ഇപ്പടിച്ചേനെ അവരെ. ഒരു സ്ത്രീയാ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടുകയാണ്. പിന്നെ നമ്മൾ ടൗൺ ആയതുകൊണ്ട് സ്ലോ ആയതുകൊണ്ടും കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ ടൗൺ. ഇതൊന്നും ഇപ്പൊ ടൗണൊന്നും കാണിക്കാം, വേണം തിരിച്ചു കാണിക്കാം. ആ തിരിക്കാൻ പറ്റില്ല വീട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മുടെ തുടക്കക്കാരാണ്, വലിയ ഇതൊന്നുമില്ല. ഞാൻ കുറെ മുമ്പൊന്നും ചെയ്യാത്തതല്ലേ. ഇപ്പൊ ഇവളുടെ ഉമ്മാക്ക് എന്തോ തിങ്സ് എന്ത് വേണ്ടത്, നോമ്പ് വരാൻ പോവല്ലേ, അപ്പോൾ വരാൻ പോവല്ലേ, ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ റമളാനിലായിരിക്കാം. അപ്പോൾ ഇവളുടെ ഉമ്മാക്ക് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. നമ്മള് ടൗണിൽ ഹൈവേയിൽ കയറല്ലടി, ആ ഹൈവേയിൽ കയറിട്ട് ഉപ്പള ടൗൺ ഇറങ്ങണ്ടേ? ഓക്കെ, ആ ഇറങ്ങാനുള്ള ഇതുണ്ട്, നല്ല എക്സിറ്റ് ഉണ്ട് അവിടെ. അത് നോക്കണ്ട, എന്താ അടിപൊളിയായിട്ടല്ലേ നമ്മുടെ ഹൈവേ സെറ്റാക്കിയേക്കുന്നത്. പക്ഷെ എന്താ പറയാനാ, അന്ന് കുമ്പള ടോള് വന്നിട്ട് കുറച്ച് കച്ചറയായിരുന്നേ ഉള്ളൂ. ഇതാ ഈ റൈറ്റ് കാണിച്ച റൈറ്റ്. ഇപ്പൊ ഈ പാടം കാണുന്ന ഇവിടെ ആയിരുന്നു ഇവള് ആദ്യം. ഇവിടെ ഒരു ലോഡ്ജ് അല്ല, എന്ത് പറയാ, ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരു പച്ച കളറ്. അത് പാസ് ചെയ്ത് ആ ക്വാർട്ടേഴ്സിലായിരുന്നു മുമ്പ് ഇവള് താമസിച്ചോണ്ടിരുന്നത്. ഞാൻ നിന്നെ ഇവള് അല്ലേ, അത് സത്യം, ഇവളെ പരിചയപ്പെടുന്ന ആ സമയത്തൊക്കെ 2014 നമ്മൾ ഉപ്ലയുടെ ഫ്ലൈ ഓവറിലാ മക്കളെ, എന്റെ മോനെ. അപ്പൊ എന്തായാലും അവര് ചോദിക്കും, ഇതൊന്നും ആദ്യമായിട്ടാണോ ഈ വഴിക്കുന്നത്? ആദ്യമായിട്ടൊന്നല്ല, നമ്മുടെ നാട് ഇത്രയും വികസിച്ച് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതിനിപ്പോ ഏത് സർക്കാർ തന്നാലും ഭയങ്കര മാറ്റമല്ലേ മുമ്പ്. പക്ഷെ ഒരു വിഷമം എന്ന് പറയുന്നത് ചുറ്റിനും നല്ല ആൽമരങ്ങളൊക്കെ ആയിരുന്നു, ഒരു തണല് നഷ്ടപ്പെട്ട്. പിന്നെ നാടിന്റെ ഒരു വികസനത്തിന് വേണ്ടി അതാണ് നല്ലതെങ്കിൽ എന്ത് ചെയ്യാം. ഇനി ഈ എക്സിറ്റ് കട്ട് ചെയ്ത് പോയാൽ നമ്മള് മെയിൻ ടൗൺ എത്തി. ടൗണൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെയാണോ, സെറ്റാ? നീ മുപ്പാട്ട് അവിടുന്ന് എന്ത് നിനക്കെന്ത് ഒരു സാധനം നീ വിടാലല്ല. അത് ശരിയാക്കാം. ആയി ശരിയാക്കാം, നിക്ക് പോകുമ്പോ ശരിയാക്കാം. അയ്യോ ഏത് ഇതാ ഇത് ലൈറ്ററാ? എന്റെ റബ്ബേ, ഈ ഒരു ലൈറ്റ് എടുത്തോ. അതിലൊക്കെ എത്ര? അപ്പൊ നോക്കില്ല. നമ്മള് ബൾട്ട് റെഡിയാ? ഇതാണ് സാധനം. ഒരു സമാധാനം. ഒരു ടെൻഡർ കോക്കനട്ട്, ഒരു ചിക്കൻ കോക്കും, പിന്നെ ഒരു മാംഗോ ഫ്രഷ് ജ്യൂസ്. ഓക്കെയല്ല? എവിടെ പോയ നീ? എന്നിട്ടെന്താ കിട്ടിയാ? വാങ്ങിട്ട് വന്ന് ഓനെ ഇനി ഏടെയും കൊണ്ടുവന്നില്ല. അപ്പൊ ഒരു സമാധാനോ. നീ പാപ്പോ, അതുണ്ടല്ലോ നിനക്ക് പാപ്പിന്ന് പേര് വെച്ചിന് അല്ലേ? നീ നിനക്കെന്തു തരുന്നില്ല, ജ്യൂസല്ല. അതിന് മേങ്ങ എല്ലാം ഇവിടെ പൂരത്തിനടി കാണേണ്ടി വരും. അടച്ചോന്നറിയാം. ചിലപ്പോ നോമ്പില്ലാത്ത മൂട്ടില് പറഞ്ഞു പോ ആ ചായ പിടിച്ചെന്ന്. ഇങ്ങോട്ട് പിന്നെ ഞാൻ
അപ്പഴാണ് റോഡ് ക്രോസ് ചെയ്യണം. അവിടെ ഇല്ല മോശമല്ല, നമുക്ക് എടുത്ത ടേസ്റ്റ് നോക്കാം. എടുത്തയാ എന്ത് BR ബേക്കറി ഐസ്ക്രീംസ്. ആ അത് ഈടെയാ. എന്നിട്ട് എന്ത് സാധനം നീ എന്നോട് പറയാത്ത സാധനം എന്നോട് പറയാത്ത എന്താ? നീ എപ്പോഴും വീഡിയോ കാണിക്കല്ലോ നിന്റെ ബർത്ത്ഡേന്റെ, അത് ഈടെയെന്ന് പറയാത്ത എന്താ? ഒക്ക അല്ല മെല്ലെ കുടിക്കാൻ കഴിയോ? നേരെ കൂടി എൻ്റെ നാട്ടിൽ ചിക്കു തന്നെ നല്ല ഡിസൈനോ, അടിപൊളിയാ. മാറ്റി പിടിച്ച് പറ്റുമോ? നമുക്ക് സീറ്റിംഗ് എത്തുന്നില്ല. ഒരു മിനിറ്റ്. അങ്ങനെയല്ലടാ, സൈഡിലേക്കിട് എന്നിട്ട് ഇതാക്കുക. അത് സോസ് അങ്ങനെ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. ഏത് ഞങ്ങൾക്ക് അടിപൊളിയല്ലേ? എടി ഓൻ ബാക്കിലിരുന്നാലും മുസാഫ് ഉണ്ടല്ലേ ഇതാനോ? അതിനകത്തോട്ട് നേരെ വെക്കോ? നിന്നെ ഉണ്ടല്ല, നിന്നൊരു ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിന്. ആ നിന്നെ ഞാനായതുകൊണ്ട് നോക്ക്. അപ്പം മച്ചന്മാരാ പോകേണ്ട സാധനമെല്ലാം എടുത്ത് ഒന്നാമത്തെ നമ്മൾ ഈ നിസ്കാരം, ഞാൻ എൻ്റെ ബെൽറ്റ് തപ്പി ഇറങ്ങിയത് ആദ്യം. ഇവളെ നിസ്കാര കുപ്പായത്തിന് വേണ്ടി 3-4 കടയിൽ കയറുന്നു, സാധനത്തിന് വില പറയുന്നു, ഇവളെ തനി എച്ചിത്രം കാണിക്കുന്നു, ഇറങ്ങിപ്പോരുന്നു. എടുക്കുന്നില്ല. കുറേ ഷോപ്പ് കയറി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു നീ എവിടെയെങ്കിലും പോയി തപ്പ്, ഞാൻ ബെൽറ്റ് നോക്കാൻ പോവാന്ന്. അങ്ങനെ ഞാൻ ബെൽറ്റ് നോക്കിയിട്ട് കുറച്ച് നേരം ആയപ്പോഴത്തേനും ബെൽറ്റ് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിസ്കാര കുപ്പായം ഉണ്ടോന്ന്. അങ്ങനെ അവിടെ ചെന്നിട്ട് നിസ്കാര കുപ്പായം എടുത്ത് ആ ഷോപ്പിൽ നിന്ന് തന്നെ നല്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തന്നു നമുക്ക്. എന്തെന്നാണ് അയ്യോ ഞാനേ പേടിച്ചു. അങ്ങനെ നിസ്കാര കുപ്പായൊക്കെ ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തന്നു. നല്ല അടിപൊളിയായി കുറച്ച് സംസാരിച്ചു. ഞാൻ വീഡിയോ എടുത്ത് കണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ BR ബേക്കറി അല്ലേ, ഇവിടെ സ്ഥിരം പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പോയ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റായിരുന്നു, നല്ല അടിപൊളി സംഭവമൊക്കെയാണ്. പിന്നെ എടുത്ത് ഒന്നും കാണിക്കണ്ടല്ലോ. ഖുറാന് ഫർദ സ്ഥിരം നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. അപ്പം ശരി, നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിച്ചിട്ട് വീട്ടിൽ പോവാം. ഓ എന്താ ഓക്കെ. എത്ര പെട്രോൾ അടിച്ചാലും കട്ട കയറുന്നില്ല അല്ല എൻ്റെ പൊന്നബീബ. ഇനി ഇതിപ്പോൾ 1 വേ ആണോ 2 വേ ആണോ? അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമല്ലേ? എല്ലാവരും പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയാലും ലാസ്റ്റ് പെടും. പോവാം. അങ്ങനെ നമ്മുടെ പെട്രോൾ പരിപാടി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഈ സാമാനം കൊടുക്കാൻ ഇപ്പം ഇവിടെ വീട്ടിൽ പോകണ്ടേ അല്ല അങ്ങോട്ട്? പോകണം. പിന്നെ പോയേ പറ്റൂ. നമ്മുടെ ഉപ്പുള്ള ടൗൺ ഇരിക്കട്ടെ. എല്ലാരും ചോദിക്കുന്നല്ലോ കാസർഗോഡ് ജില്ലയിലെ ഇപ്പം നിലവില് അത്യാവശ്യം നല്ല ഡ്രസ്സ്. ഇത് റൈറ്റ് സൈഡ് കാണിച്ച ഈ ഇത് നൈറ്റ് ആവണം ഒന്ന് തിളങ്ങി നിൽക്കാൻ. ഇവിടെ മൊത്തം ഷോപ്പ് ഡ്രസ്സിൻ്റെയാ. ഡ്രസ്സ് മാത്രമല്ല, ഷൂ, ബെൽറ്റ്, അത് പരമായ എല്ലാ ഷോപ്പുകളും ഉള്ള ഏരിയ. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്, ഉഫ്ള ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡും താണ്ടി ഓട്ടോ സ്റ്റാൻഡും താണ്ടി ഈ റൈറ്റ് സൈഡായിരുന്നു കേട്ടോ ഞാൻ വണ്ടി വെച്ചിരുന്നത്. ഈ ചുവന്ന കാറ് കാണുന്ന അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ വേറെ ഏതോ വണ്ടി കയറി. ഇതാണ് നല്ല ഉറക്കത്തിലായിരുന്നു എൻ്റെ മോനെ. എന്തെന്നറാ
ഓൻ തന്നെ വലിയ ആള്. ഇതാ പയ്യക്കും ഒറ്റക്ക് പോന്നെ. പാപ്പി എടുക്കറാ ടിഷു നിക്കാൻ കഴിഞ്ഞല്ലോ അവന്. എടുക്കോന്നാ സാധനം ഉറങ്ങിയിട്ട് ബാക്കിയായി. അതില് ഡ്രസ്സ് സാധനം എടുത്താ. ഹലോ വേറെ കാക്കെ ടെററായിട്ട് നിന്നെ. അതാ ഉമ്മ ചൂടായേ. പാപ്പി പാപ്പി ഉമ്മ ചൂടായേ. വേറെ വൈ വേണ്ടേ? ഉദാന്റെ CT 110. ജാന് നല്ല ഉറക്കം. തന്നെ കുറച്ച് ഉറങ്ങിക്കോ. വന്നിട്ട് നീല് കയറിയല്ലേ? പാപ്പി അത് നിൻ്റെതല്ല, ഇച്ചാൻ്റെത്. അത് ഇഷാൻ്റെത് അല്ല ഇസാനോ? അത് നിൻ്റെതല്ലേ? ഒരു മാസം നിസ്കരിക്കാനാ? വേറെ നിസ്കരിക്കണ്ടേ? അത് മുസാഫ ഏടുകളാ? അതിന്റെ ഡാഡി കൂളിനോണ്ട് ചെറുപ്പല്ല എടുത്തപ്പ കേപ്പല് ഉപ്പാക്കൊണ്ട് ഇപ്പൊ വരട്ട്. ഈ കൊല്ലത്തിൽ എനിക്കിടാവ് പുതിയ നിസ്കാരക്കുപ്പായം, മുസാഫ്, തസ്ബി, നാലെല്ലാം തന്നി എൻ്റെ കിടാനുള്ള നല്ല ആക്കട്ടെ. മൊബൈല് തൊട്ടെങ്കിൽ ഞാൻ മൊബൈല് അവിടെ വെക്ക്. ഷർട്ട് XL ഡബിൾ XL ആന്നില്ലേ? ആ വലുതാണ്. മെഷീൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അടിക്കാനല്ലേ? ഓഹോ ഹോ, അല്ലെങ്കിൽ നീ വലിയ ടൈലർ അല്ലേ? പോണ്ടേ റീൽസ് ആക്കിയിട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങളിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ ബൈ.